ലീഗിന്റെ വർഗീയതയെ സംബന്ധിച്ച് എ വിജയരാഘവൻ നടത്തിയ ഒരു പ്രസംഗം വല്ലാതെ കുരുപൊട്ടി ഒലിച്ചിരുന്നു. ചർച്ചയോട് ചർച്ച. വിജയരാഘവനെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് CPM ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് പരിശ്രമിച്ച് വരുന്നതിനിടയിലാണ് ആ സ്റ്റേറ്റ്മെന്റിനെ പിന്തുണച്ചുകൊണ്ട് അടുത്ത ആൾ കൂടി രംഗത്തെത്തി. അതും മലപ്പുറത്ത് നിന്നുള്ള, താനൂരിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള A അബ്ദുറഹ്മാൻ അതിനെ ശരിവെക്കുകയാണ്. ലീഗ് ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി, മൗദൂദി, സുഡാപ്പികളെ എല്ലാം കൂട്ടുപിടിച്ച് വർഗീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വർഗീയതയുടെ തണലിൽ തന്നെയാണ് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചു കയറിയെന്ന് അസന്നിഗ്ധമായി പറഞ്ഞാൽ അത് ന്യൂനപക്ഷ വർഗീയത എന്ന് പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം എന്താണ് A വിജയരാഘവൻ പറഞ്ഞത് എന്നൊന്ന് കേട്ടെ. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? അദ്ദേഹമല്ലേ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവ്. ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? അവരെല്ലാം ഉണ്ടായിരുന്നില്ലേ അതില്? അവരെല്ലാമല്ലേ? അവരും കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വമല്ലേ? ഇവിടെ പണ്ടൊക്കെ EMS മത്സരിക്കുമ്പോ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കേന്ദ്രമന്ത്രിമാർ പോയിട്ടുണ്ട്. കൃത്യമല്ലേ? ഈ അടുത്ത ദിവസം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വിജയം ഏകദേശം അടുത്ത് വന്ന സന്ദർഭത്തിൽ തന്നെ SDPI നടത്തിയ വിജയാഹ്ലാദ പ്രകടനം നമ്മൾ കണ്ടതല്ലേ?